പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാത സമയത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി നമുക്ക് വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് ഒരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 24:9. വാതിലുകളിൽ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കത്തുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിൻ്റെ രാജാവ് ആർ, സൈന്യങ്ങളുടെ യഹോവ തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യെരുശലേം പ്രവേശനത്തെ പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് ദാവീദ് ചമച്ച ഒരു കീർത്തനമാണല്ലോ ഇത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ പല ഭവനങ്ങളിൽ കടന്നു എന്നായിട്ട് നാം കാണുന്നു. പത്രോസിൻ്റെ അമ്മാവിയമ്മ പനിയായി കിടന്ന ഭവനത്തിൽ കടന്നു ചെന്ന് പ്രാർത്ഥിച്ച് താൻ സൗഖ്യമുള്ളവളായി തീർന്നതായി കാണുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് കടന്നു ചെന്നപ്പോൾ അവിടുത്തെ കുറവ് നികന്നതായി നാം കാണുന്നു. താൻ സ്നേഹിച്ച മറിയയുടെയും മാർത്തയുടെയും ലാസറിൻ്റെയും ഭവനത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ കടന്നു ചെല്ലുകയും മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ലവോദിക്ക സഭയോടുള്ള ദൂതിൽ കർത്താവ് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവരെന്നോടും കൂടെ ഇന്ന് അത്താഴം കഴിക്കും. നമ്മുടെ കർത്താവ് നമ്മളിൽ വസിക്കുവാൻ, നമ്മുടെ ഭവനത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവ് കടന്നുപോയ 2 ഭവനങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കണമെന്ന് കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ കർത്താവ് ഭവനത്തിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ കർത്താവ് എൻ്റെ ഭവനത്തിൽ വരണ്ട, നീ എൻ്റെ ഭവനത്തിൽ കടക്കുവാൻ, എൻ്റെ പുരയ്ക്കകത്ത് കടക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ട് കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകും എന്ന് താൻ കർത്താവിനോട് പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കർത്താവ് ആ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നുവെങ്കിലും ആ ഭവനം കർത്താവിന് കടന്നു ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമെന്ന് തനിക്കൊരു ബോധം വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ കട്ടത്തിൽ കയറിയ സക്കായിയോട് കർത്താവ് ഇറങ്ങി വാന്നും ഞാൻ ഇന്ന് നിൻ്റെ കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ തനിക്ക് ഒരു കുറ്റബോധമുണ്ടായിട്ട് കർത്താവിനോട് പറയുന്നു, ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് 4 ഇരട്ടിയായി മടക്കി കൊടുത്തുകൊള്ളാം എന്നൊക്കെ ഒരു കുറ്റസമ്മതം നടത്തുന്നത് കാണുവാൻ സാധിക്കും. വാസ്തവത്തിൽ അത് സത്യമല്ലേ? നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വാഴണമെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ കർത്താവ് നായകനായി കർത്താവായി കർത്തൃത്വം നടത്തണമെങ്കിൽ കർത്താവിന് വസിക്കത്തക്കവണ്ണം നമ്മുടെ ഭവനം ഒരുക്കപ്പെടേണ്ടതല്ലേ? നമ്മളെ അതിനായി ഇന്ന് കാലം നമുക്ക് സമർപ്പിക്കാം, നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവ് മഹത്വത്തിൻ്റെ രാജാവ് ഞങ്ങളിൽ പ്രവേശിക്കട്ടെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രവേശിക്കട്ടെ. അതിന് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും മാറ്റി രക്തത്താൽ ശുദ്ധീകരിച്ച് കർത്താവെ ഞങ്ങളിൽ അവിടുന്ന് നാഥനായി കർത്താവായി വാഴുമാറാകണമേ. ഞങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരുവാൻ, ഞങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുവാൻ, ദൈവമഹത്വം ഞങ്ങളെ വെളിപ്പെടുവാൻ ഇന്ന് പകൽക്കാലം തിരുസന്നിധി സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ, ദൈവത്തിൻ്റെ മഹത്വമായി തീരുവാൻ, ദൈവ പ്രസാദം ഞങ്ങളിൽ ലഭിപ്പാൻ, ദൈവമഹത്വം ഞങ്ങളെ വെളിപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.